കേരള യൂണിവേഴ്സിറ്റി ബികോം പ്രോഗ്രാമിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിന് എക്സാമിനേഷന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ളൊരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ക്ലാസ് ഞാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസും ചില ഫോക്കസ്ഡ് ഏരിയാസും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ക്ലാസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് കൊണ്ട് എയിം ചെയ്യുന്നത് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ള 5 മൊഡ്യൂളില്ലേ, ആ 5 മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില ഏരിയാസ് ഞാൻ അവതരിപ്പിക്കും. ചില ഏരിയാസൊക്കെ ഞാൻ തന്നെ അങ്ങ് പഠിപ്പിക്കും, മറ്റു ചില ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. കാര്യം നമുക്കൊരു വൈഡ് ഏരിയ എടുത്ത് വെച്ച് ഫുള്ളായിട്ട് പഠിപ്പിക്കാൻ ഈ ഒരു സെഷനിൽ പറ്റില്ല. കാര്യം ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് പെയ്ഡ് ട്യൂഷനായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ട്യൂഷൻ എടുത്തിരിക്കുന്ന അത്രയും ഡെപ്തിൽ വീണ്ടും ഒന്നും കൂടി ഇവിടെ നിങ്ങൾക്ക് എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ കംപ്ലീറ്റ് സബ്ജക്റ്റും നിങ്ങളുടെ മുമ്പിൽ ഒരു ഓവറോൾ ഒരു ഐഡിയ തരികയാണ്. ഓരോ മൊഡ്യൂളിലും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. കാര്യം അത്രയും യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യത്തില്ല. ഇതിനു മുമ്പ് നമ്മളിതുപോലെ ഒരുപാട് സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം തന്നെയും കേട്ടവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. സോ ഒരു കാര്യം ഉറപ്പിക്കാം, എൻ്റെ ഈ ഒരു ക്ലാസ്സും കേട്ടിട്ട് ഞാൻ ആ പറയുന്ന സജഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ 2 കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 2 കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ സീനിയേഴ്സ് പരീക്ഷ എഴുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ സെക്ഷൻ ഡി ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എസ് ആണ്, 15 മാർക്കാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 32, നമ്പർ 32. 32ാമത്തെ ചോദ്യം, വാട്ട് ഈസ് IRR? ഡിസ്കസ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. സീരിയസ്ലി പറയുകയാണ്, ഈ ഒരു ചോദ്യം മിക്കവാറും ഒരു കുട്ടി പോലും അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാര്യം IRR എന്ന ടോപ്പിക്ക് തന്നെ പലരും അത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കത്തില്ല. തീർച്ചയായിട്ടും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും കൂടെ 15 മാർക്കിന് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ പലരും, നിങ്ങളുടെ സീനിയേഴ്സിൽ പലരും ഇത് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ, അത് IRR ആയിരുന്നേ. അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മൊഡ്യൂളിലെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മൊഡ്യൂളാണ്. 34-ൽ പറഞ്ഞിരിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. തീർച്ചയായിട്ടും അതും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മൊഡ്യൂളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. 35ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ആയിരുന്നു, 15 മാർക്കിൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, സോ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ, നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ പരീക്ഷയിൽ എസ് 4 എണ്ണത്തിൽ 3 ചോദ്യവും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മൊഡ്യൂളിൽ നിന്നായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇൻഫർമേഷൻ തരാം. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലും മെജോറിറ്റി എന്ന് പോലും അല്ല പറയേണ്ടത്, മോർ ദാൻ 70% മാർക്കിൻ്റെ ചോദ്യം, ഒരുപാട് ചോദ്യം. അതായത് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മൊഡ്യൂൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പോലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാം എന്ന രീതിയിലാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രെൻഡ് വിശ്വസിക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു മൊഡ്യൂളുണ്ട്, അവിടെ നിന്നായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും 1 മണിക്കൂറിലധികം വരുന്ന ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി മാസങ്ങൾക്ക് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ദയവേത് അതൊന്ന് കണ്ടു നോക്കണം. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാസ് ഞാൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിലും ഇപ്പോഴെങ്കിലും അതൊന്ന് കയറി നോക്കണം. ഓക്കെ, അത് നോക്കാനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടണ്ട. നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ഞാൻ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്തിരിക്കുന്നത് അതേ ഫോൾഡറിൽ തന്നെ ഉണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, സെയിം ഫോൾഡറാണ്. കൂടാതെ കമ്പാരിറ്റീവ്ലി ഒരു അല്പം പാടായിട്ടുള്ളൊരു ടോപ്പിക്കായി IRR. ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഈ IRR എന്ന്. ഈ ടോപ്പിക്കും IRR എന്ന ടോപ്പിക്കും ഒരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ സെയിം ഫോൾഡറിലും, അതും കുറേ നാളുകൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. സോ IRRുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും ഞാൻ ഓൾറെഡി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. IRR കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 1 മണിക്കൂറിനടുത്തൊരു ക്ലാസ് ഉണ്ട്. 1 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ഉണ്ട്. അത്രത്തോളം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പബ്ലിക്കലി മാസങ്ങൾക്ക് മുൻപേ അവൈലബിൾ ആക്കിയതാണ്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു ടോപ്പിക്ക്, ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അത്രയും ഒരു ടോപ്പിക്ക് ഞാൻ ഈ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്,
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഓൾറെഡി ഇതിനകത്തുണ്ട്, അതൊന്ന് കാണണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ആ ഒരു ടോപ്പിക്ക് ഞാനിപ്പോൾ ഈ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, അത് ഓൾറെഡി അവിടെ കേട്ടോണം. ഓക്കെ, ബാക്കി ചില ടോപ്പിക്കുകളായിരിക്കും ഞാനിവിടെ പറയാൻ വരുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നല്ലേ, ഞാനിവിടെ ഈ ക്ലാസ് എടുക്കുന്നത് A+ വാങ്ങാൻ വേണ്ടിയോ വാങ്ങാൻ വേണ്ടിയോ അല്ല. അവർക്ക് സ്വന്തമായിട്ടിരുന്ന് 5 മൊഡ്യൂളും പഠിക്കാം, അത്തരം കുട്ടികളെ വേണ്ടിയല്ല ഇത് പറയാൻ കാര്യം. ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് കുറേ ടോപ്പിക്സുകൾ മെൻഷൻ ചെയ്യും, അത് പഠിക്കണം, ഇത് പഠിക്കണം, അത് പ്രധാനപ്പെട്ടതാണ്, അങ്ങനെ എന്നൊക്കെ. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാത്ത കുറച്ച് ടോപ്പിക്സ് കാണും. സ്ഥിരമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു അവസാന ആശ്വാസം എന്ന രീതിയിലാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്കുകൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട്, അപ്പോൾ ഇത് പഠിക്കണ്ടല്ലേ സാർ, അപ്പോൾ ഇത് പഠിക്കണ്ടേ. ഞാൻ നിങ്ങളോട് ഒന്നും പഠിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കുക, നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. ഉടനെ കുറേ കുട്ടികൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാനിവിടെ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്കുകൾ ഉടനെ ചറപറ മെസ്സേജ് അയക്കും, അപ്പോൾ ഇത് വേണ്ടല്ലേ. അത് പഠിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് സബ്ജക്റ്റ് ഫുള്ള് പഠിക്കണമെന്ന് എപ്പോഴും. അപ്പോൾ ഇത്തരം വരെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് A+ഓ വാങ്ങണമെന്നല്ല, അവരൊക്കെ അവരെ വഴിക്ക് പോവുക, 5 മൊഡ്യൂളും പഠിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ തരികയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഞാനിവിടെ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്ക് പഠിക്കേണ്ടല്ലേ, അപ്പോൾ അത് വേണ്ടായിരിക്കുമല്ലേ, അങ്ങനെ കരുതാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് സ്ഥിരം എനിക്കുണ്ടാകുന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഇത്തരത്തിലൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ മെസ്സേജ് വരുന്നത്, അപ്പോൾ ഈ രണ്ടാമത്തെ ടോപ്പിക്ക് ഇത് വേണ്ടല്ലേ, അപ്പോൾ നാലാമത്തത് നമ്മൾ പഠിക്കണ്ടല്ലേ. അങ്ങനെ ഞാൻ പറയുന്നില്ലല്ലോ. പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സുകൾ പറഞ്ഞുതരാം, അത്രേ ഞാൻ പറഞ്ഞോളൂ. മറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്യുന്ന ഒരു അധ്യാപന രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു സബ്ജക്റ്റ് മൊത്തം പഠിക്കണമെന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കരുതുന്നത്, ആദ്യം നമുക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി നല്ലൊരു ഐഡിയ വേണം. ആ ഐഡിയ ഞാനിപ്പോൾ തരാം. ഈ സബ്ജക്റ്റ് ഒരു മുക്കും മൂലയും മനസ്സിലാവാതെ, ഒന്നും മനസ്സിലാവാതെ എവിടുന്നെങ്കിലുമൊക്കെ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവത്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സബ്ജക്റ്റ് എന്താണ്, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് എൻ്റെ ക്ലാസ് ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് ഫിനാൻസാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പിന്നെ വരുന്നത്. ഈ ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് ചോദിക്കും, 1 മാർക്കിൻ്റെ ചോദ്യമാണ്, ചോദിച്ച് കാണാറുണ്ട്. ഈ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പൈസ എന്നല്ല. പൊതുവേ എല്ലാവരും പറയും ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ അല്ല. ഫിനാൻസ് എന്ന് നമ്മൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ബിസിനസ് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൈസ പ്ലാൻ ചെയ്യുക, അത് റേസ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക, അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടെ ചേർത്താണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എത്ര രൂപ വേണമെന്ന് പ്ലാൻ ചെയ്യുക, അത് റേസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ, ഇത്രയും കാര്യത്തിൻ്റെ കോമ്പിനേഷനാണ് സത്യത്തിൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതാണെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത്, അതെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നു, പൈസ മാനേജ് ചെയ്യുന്നു. പൈസ മാനേജ് ചെയ്യുന്നതെന്നല്ല പിള്ളേരെ, ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് ആദ്യം പഠിക്കണം. അത് പഠിക്കാതെ മുമ്പോട്ട് പോയിട്ടൊരു കാര്യമില്ല. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പണമെന്നല്ല. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പ്ലാനിങ്, റേസിംഗ്, കൺട്രോളിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ടാണ്. നമുക്ക് എത്ര രൂപ വേണം, അത് എവിടുന്ന് കണ്ടെത്താം, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഈ ബിസിനസ് ഫിനാൻസ്. ആ ആക്ടിവിറ്റിയാണ് ബിസിനസ് ഫിനാൻസ്. അത് നടപ്പിലാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻസ് ഫേംസ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇപ്പോൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് എത്ര വേണം, എവിടുന്ന് കണ്ടെത്താം, എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ ആക്ടിവിറ്റീസാണ്. അത് നടപ്പിലാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്കിന് ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളാണ്, വാട്ട് ഈസ് ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ സിംപ്ലി പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് മതി. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ മണി എന്ന് എഴുതി വെക്കരുത്. ഫിനാൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കൊരു നൗൺ ആണെന്ന് പറയാം. ഇവിടെ ആക്ടിവിറ്റി എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനെയാണ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. പ്ലാനിങ്, റൈസിങ്, കൺട്രോളിങ്, അഡ്മിനിസ്റ്ററിങ്. ഈ കാര്യത്തിൻ്റെ റിയൽ എക്സിക്യൂഷനെയാണ്
ശരിക്കും ഒരു റിയൽ എക്സിക്യൂഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ സംബന്ധിച്ച് പഠിക്കുക, നിങ്ങൾ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി ഒരു കസേരയും മേശയും പിടിച്ചിട്ടിട്ട് ഇരുന്ന് പഠിക്കുന്നത് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് ഫിനാൻഷ്യൽ ചെയ്യുവാണ്, യഥാർത്ഥത്തിൽ ചെയ്യുവാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ടെക്സ്റ്റ് വാങ്ങണം, ക്ലാസ് ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇല്ലേടോ. നിങ്ങളിപ്പോൾ റിയലായിട്ട് പഠിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് ചെയ്യാൻ കുറേ ആക്ടിവിറ്റീസ് ഇല്ലേ? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ടെക്സ്റ്റ് വാങ്ങണം, അതെടുത്ത് വെച്ച് വായിക്കുക എന്ന് പറയുന്ന കണക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതാണ് ബിസിനസ് ഫിനാൻസ്. ചെയ്യേണ്ട കാര്യങ്ങളാണ് ബിസിനസ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. അത് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ലൈറ്റ് ഡിഫറൻസ് ആണ്, പക്ഷേ അത് ക്ലിയർ ആയോ എന്നാണ് എൻ്റെ സംശയം. നമുക്ക് ബിസിനസ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട്, പണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസുകളെയാണ്. അത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ചോദിക്കാൻ കൊള്ളാവുന്ന 1 മാർക്കിൻ്റെ ചോദ്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ അഡ്വാൻറ്റേജസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോ, നീഡ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോ, സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ യുക്തിപരമായിട്ടങ്ങ് എഴുതാം. ബിസിനസ്സിൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ നിൽക്കും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരാൾ അല്പം ഹീറോയാണ് കേട്ടോ. ഇതാണ് ചോദ്യമെങ്കിൽ ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാത്തൊരു ചോദ്യം ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ എഴുതാൻ പോകുന്നതായിരിക്കും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ എല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ചോദിക്കും എന്നതിനേക്കാൾ ഉപരി ട്രെൻഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ചോദ്യം വരുന്നുണ്ട്. ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ട് പോകണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ആവശ്യമില്ലാത്ത പോയിന്റുകൾ എഴുതരുത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉടനെ രക്ഷപ്പെട്ട് 4 മാർക്കിന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തുടങ്ങാം. 1, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് 2 ഒബ്ജക്റ്റീവേ ഉള്ളൂ. ഇതാണ് ചോദിക്കുന്നത്. ഇത് മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒരു ക്വസ്റ്റ്യനായിട്ട് വരും. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനുമായിട്ട് തന്നെ ആൻസർ എഴുതണം. മിക്കവാറും 4 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും. ഇതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻറ്റും ഉണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റും ഉണ്ട്. വെൽത്ത് മാക്സിമൈസേഷനും അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ഇതിന് ഒരുപാടങ്ങ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി കേട്ട കുട്ടികൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും, കാര്യം ഞാൻ അത് ക്ലാസ് എടുത്ത് കൊടുത്തതാണ്. ഓക്കെ, നിങ്ങൾ അറിയേണ്ടുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നല്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് കുറേ എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യലാണ്. എന്നാൽ ചില എക്കണോമിസ്റ്റുകൾ അതിനെ എതിർത്തുകൊണ്ട് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, വെൽത്ത് മാക്സിമൈസേഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പഠിച്ചേ പറ്റൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും ഈ ടോപ്പിക്ക് ഒരു കാരണവശാലും പഠിക്കാതെ കയറരുത്. ഇത് ഇന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പഠിക്കുമ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അതായത് സപ്പോർട്ട് ചെയ്യുന്നതും ഉണ്ട്, എഗെയിൻസ്റ്റും ഉണ്ട്. വെൽത്ത് മാക്സിമൈസേഷനും അതേ കണക്ക് തന്നെ 4 ഉണ്ട്, എഗെയിൻസ്റ്റും ഉണ്ട്. പക്ഷേ വെൽത്ത് മാക്സിമൈസേഷൻ്റെ എഗെയിൻസ്റ്റ് ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ 4ഉം എഗെയിൻസ്റ്റും ഒന്ന് നോക്കിയേക്കണം. ആ ഒരു ടോപ്പിക്ക് പ്രധാനപ്പെട്ടതാണ്. ഞാനിവിടെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് പഠിപ്പിച്ചു തരാം. ചോദിക്കാറുണ്ട് 4 മാർക്കിനൊക്കെ. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഔട്ട്പുട്ട്, അത് മിനിമം ഇൻപുട്ട് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട്, നമ്മളെ ലാഭം തന്നെ മിനിമം ഇൻപുട്ട് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഉയർത്താൻ നോക്കുക എന്നാണ്. ഇവിടെ വ്യത്യാസം ഇതാണോ? ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറിയാലോ, ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. അപ്പോഴാണ് പ്രോഫിറ്റ് ആവുന്നത്. ചില എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ ചിലരുടെ വാദഗതി, ചിലരുടെ അഭിപ്രായം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉയർത്തലല്ല, വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയും. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർ വാല്യൂ മാർക്കറ്റിൽ ഉയർത്തുക. അതിന് പ്രോഫിറ്റ് കൂട്ടണമെന്ന് നിർബന്ധമില്ല, മറ്റ് പല വഴികളിലൂടെയും പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതാണ് മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഏർണിങ്സ് ആണ്.
വെൽത്ത് മാക്സിമൈസേഷൻ മാക്സിമം വെൽത്താണ്, അതായത് അവരുടെ ഷെയറിൻ്റെ വില മാക്സിമം കൂട്ടുക. ഫോർമുല എങ്ങനെയാണ്? റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. ഇവിടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഈ ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്, ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഈ സബ്ജക്റ്റ് മുഴുവനായിട്ട് ഇപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ എന്നൊക്കെ പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ അത്രയൊന്നും അറിയാത്തവർ കടന്ന് ചിന്തിച്ച് കൂട്ടണ്ട, ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വെൽത്ത്. ഓക്കെ, ഡിഫറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ റാഷണാലിറ്റി എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ സർവൈവലിനും ഗ്രോത്തിനും വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ആ ഫണ്ടിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 100 രൂപ കൊടുത്ത് നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ഒരാൾക്ക് ആ ഷെയറിൻ്റെ വില 110 എന്ന് പറയുന്നത് നമ്മൾ അയാളോട് ചെയ്യുന്ന വലിയൊരു ഔദാര്യമാണ്, വലിയൊരു സഹായമാണ്. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലോങ് റണ്ണിലേക്ക് വേണം. ഓക്കെ, ടൈം സ്പാൻ എന്ന് പറയുന്നത്, ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഷോർട്ടർ പീരീഡാണ്, അതായത് ഒരു വർഷത്തേക്കാണല്ലോ നമ്മൾ ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. വെൽത്ത് മാക്സിമൈസേഷൻ അങ്ങനെ ഒരു വർഷത്തേക്കൊന്നും അല്ല, അതൊരു ലോങ് ടൈം കോൺസെപ്റ്റാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, അതായത് ബിസിനസ്സിൻ്റെ ഓരോ വർഷത്തെ പ്രോഫിറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, അതൊന്നും പ്രോഫിറ്റിൽ പറയുന്നില്ല. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താൽ മാനേജ്മെൻറ്റിനാണ് ഗുണം, വെൽത്ത് മാക്സിമൈസ് ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ഗുണം. ഇവിടെ റിസ്ക് ഫാക്ടർ, അതായത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ റിസ്കി ബിസിനസ്സാണോ റിസ്ക് ഇല്ലാത്ത ബിസിനസ്സാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാത്രമേ നോക്കൂ. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷനിൽ ആ റിസ്ക് എലമെൻറ്റ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, ഈ ടോപ്പിക്ക് നല്ല വൃത്തിക്ക് പഠിച്ച് വെച്ചിരിക്കണം. എസ്സേ ആയിട്ട് പോലും ചോദിച്ചിട്ടുണ്ട്. ഞെട്ടണ്ട, കാര്യം അത്രയ്ക്ക് ഉണ്ടല്ലോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഫോർ എഗെയിൻസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു 2-2.5 പേജ് വരും, അത്രയ്ക്കുണ്ട്. പിന്നെ കുറേ പോയിന്റുകളുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടുന്നത് ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും അവതരിപ്പിക്കേണ്ടത്. ഓക്കെ, എസ്സേ അധികം ചാൻസ് ഇല്ല, 4 മാർക്കിലൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഒരു ഏരിയ എന്ന് ചോദിക്കുന്നത് വാട്ട് ഈസ് ബിസിനസ് ഫിനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പിന്നെ ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും. അത് ഉറപ്പായൊരു ചോദ്യമാണ്, കാരണം കഴിഞ്ഞ കൊല്ലങ്ങളിലേക്ക് ക്വസ്റ്റ്യൻസിൽ തകർത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് നോക്കിക്കോണേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, അത് ജസ്റ്റ് ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, അതിനകത്ത് ഈ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചത്. ഒരു കാര്യം ഓർക്കുക, ഇത് പഠിക്കാൻ എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ ഇൻകം കൂട്ടുക, വരവ് കൂട്ടുക, ചിലവ് കുറയ്ക്കുക. പക്ഷേ അതുവഴി, അങ്ങനെ പ്രോഫിറ്റ് കൂട്ടുന്നത് വഴി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ബെനിഫിറ്റ് കിട്ടത്തില്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, അവരിപ്പോൾ 100 രൂപയുടെ ഷെയർ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്കറ്റിൽ 110, 120 അങ്ങനെ കൂട്ടുക. അപ്പം ഷെയറിൻ്റെ വില ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ ചില എക്കണോമിസ്റ്റുകൾ പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിയിലേക്ക് ആളുകൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യൂ. എന്നാൽ ചില എക്കണോമിസ്റ്റുകൾ പറയുന്നത് അങ്ങനല്ല, ബിസിനസ് കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് പ്രോഫിറ്റിൽ പോയാൽ മാത്രമേ നമുക്ക് ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. ഇതിൽ ശരിയും തെറ്റുമെന്ന് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയണ്ട. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും പറയാൻ നിൽക്കേണ്ട. ഈ 2 കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി അങ്ങോട്ട് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയാണ് നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് വരാൻ പോകുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിച്ചോണേ 3 ഡിസിഷൻസാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് തന്നെ ടോട്ടലായിട്ട് 3 ഡിസിഷൻസാണ്. അതെന്താണ് ആ ഡിസിഷൻ, അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. നോക്കൂ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ മുന്നിൽ 3 ബിസിനസ് ഓപ്ഷൻസ് ഉണ്ട്, A, B, C. പക്ഷേ നിങ്ങൾക്ക് ഇത് 3ഉം കൂടെ നടത്താൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരെണ്ണേ നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 3 ഓപ്ഷൻസ് ആണുള്ളത്, A, B, C. ഒന്നാമത്തെ ജോലി, അതായത് ഒന്നാമത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്, ഇതിലേത് ബിസിനസ്സാണ് എനിക്ക് വേണ്ടത്, ഞാൻ എവിടെ എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലേ? എ എന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ,
ബി എന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സി എന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഞാൻ എവിടെയാണ് എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, വെയർ ടു ഇൻവെസ്റ്റ്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഞാനിപ്പോൾ സപ്പോസ് ബി എന്ന ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ, ഞാൻ ബി എന്ന ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, വെയർ ടു ഇൻവെസ്റ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്. ലോങ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിക്സഡ് ക്യാപിറ്റലാണ്. അത് കോടിക്കണക്കിന് രൂപ വരും. ലോങ് ടേം, അതായത് 10 കോടി ഇൻവെസ്റ്റ് ചെയ്യണം, 20 കോടി ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ എൻ്റെ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കുറിച്ച് വെക്കുന്നുണ്ടല്ലോ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്തുള്ള അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. കണ്ടോ, കണക്ഷൻ വരുന്നുണ്ടോ? എടോ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ? നമുക്ക് ഏത് ബിസിനസ്സാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു തീരുമാനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അവിടെ തന്നെ വീണ്ടും 2 തീരുമാനങ്ങളുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഉണ്ട്. ലോങ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അവിടെ നമ്മൾ തീരുമാനിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റലാണ്, കോടിക്കണക്കിന് രൂപയുടെയാണ്. നെക്സ്റ്റ്, ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടേ. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ എത്ര രൂപ കരുതി വെക്കണം, അതാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തന്നെയാണ് ലോങ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും ഷോർട്ട് ടേം ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ശരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ഹെഡിങ്ങിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞ ലിങ്ക് കിട്ടിയോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തന്നെ 2 എണ്ണം ഉണ്ട്, ലോങ് ടേമും ഷോർട്ട് ടേമും ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ഹെഡിനകത്ത് വരുന്നത് ലോങ് ടേം ആണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോണേ. ഇപ്പോൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും ഇത്രയും വലിയൊരു തീരുമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു തീരുമാനമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാം. ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, നിങ്ങളൊരു പേന വാങ്ങാൻ പോവുകയാണ്, 5 രൂപയുടെ ലെക്സി പേന, 5 രൂപയുടെ പേന വാങ്ങാൻ പോകണം. നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ആലോചിച്ച് 10 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്. ഇത് രണ്ടും നിങ്ങൾ ഒരുപോലാണോ പ്ലാൻ ചെയ്യുന്നത്? ഒരു കടയിൽ നിന്ന് 5 രൂപയുടെ പേന വാങ്ങുന്നതും ഒരു ഷോറൂമിൽ പോയി 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങുന്നതും ഒരുപോലാണോ? ഏതിനാണ് കൂടുതൽ സമയമെടുത്ത് ആലോചിക്കുന്നത്? 10 ലക്ഷത്തിൻ്റെ കാറിനല്ലേ. അതെന്താണോ 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാൻ ഈ 5 രൂപയുടെ പേന വാങ്ങിയതുപോലെ ചുമ്മാ ചെന്നിഞ്ഞ് വാങ്ങിക്കൊണ്ട് വരാഞ്ഞത്? നിങ്ങളുടെ മനസ്സിലിപ്പോൾ കുറേ ഉത്തരങ്ങൾ വരത്തില്ലേ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. എടോ, 5 രൂപയുടെ ഒരു ലെക്സി പേന വാങ്ങാൻ വലിയ പ്ലാനിങ് ഒന്നും വേണ്ട. 5 രൂപ എടുത്തുകൊണ്ട് പോവുക, കടയിൽ പോവുക, പേന വാങ്ങുക. പക്ഷേ 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാനായിട്ട് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെന്നല്ല, നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ചുമ്മാ ചെന്നൊരു ഷോറൂമിൽ ചെന്നൊരു കാറ് മേടിച്ചുകൊണ്ട് വരത്തില്ല. കുറേയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യത്തില്ലേ? അതെന്തുകൊണ്ടാണ് അത്രയും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം ഫണ്ടാണ്, ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇർറിവേഴ്സിബിൾ, ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ അത് പൈസ തിരിച്ചു കിട്ടത്തില്ല, ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ പല ഉത്തരങ്ങളല്ലേ മനസ്സിൽ വന്നത് അല്ലേ? പിന്നെ ഒരു തവണ മേടിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും എൻ്റെ മോഡൽ അങ്ങ് മാറുന്നത്, ഡിമാൻഡ് അങ്ങ് പോകുന്നത്, മാർക്കറ്റിൽ നിന്ന് ഈ പറയുന്ന കാർ ഔട്ടാവുന്നു, അപ്പം ഒബ്സൊളസൻസ് സംഭവിക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ വന്നില്ലേ പിള്ളേരെ? അപ്പോൾ പേന വാങ്ങുന്നതിനേക്കാൾ കാറ് വാങ്ങുമ്പോൾ എന്തുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു? ആ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ചോദിച്ചാൽ അങ്ങനെ എഴുതിയാൽ മതി, അത്രയൊക്കെ യുക്തി നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അഥവാ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ഏതൊക്കെ സമയത്താണ്, ബിസിനസ്സിൽ ഏതൊക്കെ ഏരിയാസിലാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അഥവാ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്, അത് ഞാനൊന്ന് അവതരിപ്പിച്ച് തരാം. ഒന്ന്, പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ വേണം. കോടിക്കണക്കിന് രൂപയുടെ ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരും.
ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയൊരു തീരുമാനമായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ, ഈ എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഇപ്പോൾ എന്താണോ അതിൻ്റെ തന്നെ പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്വർണ്ണക്കട ഉണ്ടെങ്കിൽ പുതിയൊരു സ്വർണ്ണക്കടയുടെ ബ്രാഞ്ച് തുടങ്ങുന്നത് എക്സ്പാൻഷനാണ്. എന്നാൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ളതൊരു സ്വർണ്ണക്കടയാണ്, നിങ്ങളൊരു പുതിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഉള്ള ബിസിനസ് തന്നെ കൂട്ടി എടുക്കുന്നതാണ് എക്സ്പാൻഷൻ. പുതിയ ഒരു ബിസിനസ്സിലേക്ക് പോകുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ടോപ്പിക് ഇതാണോ, നമ്മൾ എപ്പോഴാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നത്? ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്നത്. നീഡ്, സ്കോപ്പ് അല്ലെങ്കിൽ ഡിസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിലേതെങ്കിലും ഒരു വാക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് ആൻസർ. പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനായിട്ട് ഒരുപാട് ആലോചിക്കേണ്ടി വരും. കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇനിയുണ്ട് R&D എന്ന് പറയും. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ പൈസ മുടക്കുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പ്ലാൻ ചെയ്ത് മാത്രമേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യാവൂ. മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, അതായത് ബിസിനസ്സിനകത്തുള്ള ചില ഇവിടെ ഉണ്ട്, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്, വർക്കേഴ്സിന് ഫെസിലിറ്റി കൊടുക്കാനുള്ള ചില കാര്യങ്ങൾ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ വരും. അതായത് ഇപ്പം നമുക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല, പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളില്ലെങ്കിൽ കേസായിപ്പോവും. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ഉണ്ടോ, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും ഇത്ര കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനും ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയാവും. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സിംപ്ലി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് കാര്യം, അത് ഒരുപാട് പ്ലാൻ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ലോങ് ടേം ഫണ്ട്സാണ്. അപ്പോൾ ആ ലോങ് ടേം ഫണ്ട്സ് കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഈ ഏരിയാസിൽ ഒരു ബിസിനസ്സിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ അത്തരമൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി നിങ്ങൾക്കൊരു സംശയം വരാം, ഇയാൾ ഞാനങ്ങ് പറഞ്ഞു പോയാൽ ശരിയാവത്തില്ലല്ലോ. ഇവിടെ ABC ഈ 3 ബിസിനസ്സല്ലേ നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ? ഞാൻ നിങ്ങളോട് ആദ്യം ആവശ്യപ്പെടുന്നത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അതിൽ തന്നെ ആദ്യത്തത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ 3 ബിസിനസ് ഉണ്ട്, ABC. ഇതിൽ ഏറ്റവും നല്ല ബിസിനസ് ഏതാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിൽ ഏറ്റവും നല്ല ബിസിനസ് ഏതാണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനാണ് നമുക്കൊരു 5 മെത്തേഡ് ഉള്ളത്. അത് കണ്ടുപിടിക്കാനാണ് നമുക്കൊരു 5 മെത്തേഡ് ഉള്ളത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ്. 2 ട്രഡീഷണൽ മെത്തേഡും 3 മോഡേൺ മെത്തേഡും. 2 ട്രഡീഷണൽ മെത്തേഡും 3 മോഡേൺ മെത്തേഡും. ഈ പേ ബാക്ക് പീരീഡിനോട് ചേർന്ന് തന്നെ ഇംപ്രൂവ്ഡ് പേ ബാക്ക് പീരീഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ടെക്സ്റ്റ് കാണും. ഓക്കെ, അതെല്ലാം കൂടെ കൂട്ടി വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും പ്രധാനമായിട്ടും അതിനെ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്നൊരു ഹെഡിനകത്തങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 2 ട്രഡീഷണൽ മെത്തേഡും 3 മോഡേൺ മെത്തേഡും ഉപയോഗിച്ചിട്ടാണ് ഏത് ബിസിനസ്സാണ് നല്ലതെന്ന് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ഈ ട്രഡീഷണൽ മോഡേൺ എന്ന് പറയുന്നത് പഴയ മെത്തേഡ് പുതിയ മെത്തേഡ് നല്ലടോ. ഈ 2 മെത്തേഡിലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യത്തില്ല. ഈ 3 മെത്തേഡിലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ട്രഡീഷണൽ മോഡേൺ എന്ന് പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇത് പ്രോബ്ലംസ് ആണ്. ഇത് നിങ്ങൾ 15 മാർക്കിനും 4 മാർക്കിനും ഒക്കെ വരാൻ സാധ്യതയുള്ള കണക്കുകളാണ്. ഇതിൽ തന്നെ പേ ബാക്ക് പീരീഡോ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. ചോദിക്കാനാണെങ്കിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. എന്നിരുന്നാലും പേ ബാക്ക് പീരീഡ് എല്ലാം എളുപ്പമാണ്. ഇപ്പം ഞാനിപ്പോൾ പ്രോബ്ലം ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതൊരു പെയ്ഡ് ക്ലാസ്സിന് പോയ സബ്ജക്റ്റാണ്. അപ്പോൾ പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന മൊഡ്യൂളിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ പേ ബാക്ക് പീരീഡ് വേണമെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം. പിന്നെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ARR നല്ല എളുപ്പമാണ്. ചെയ്തവരെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. വരണേന്നേ പ്രാർത്ഥിക്കൂ. അത്രയ്ക്ക് എളുപ്പമാണ് ഈ കണക്കുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്ക് 15 മാർക്കിന് ചോദിക്കാം. കാര്യം കഴിഞ്ഞ തവണ 15 മാർക്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്തവണ വേണമെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നിന്നും പ്രോബ്ലം വെക്കാം. ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്നേ ഉള്ളൂ. വളരെ നിസ്സാരമാണ്. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ കാര്യമേ ഉള്ളൂ. ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഏരിയ ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 തിയറി എന്ന് പറയുന്നത് ഇത് 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ പേ ബാക്ക് പീരീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ.
നമ്മളൊരു ബിസിനസ്സിലേക്ക് മുടക്കുന്ന പൈസ എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു കിട്ടുന്നത്, ആ പീരീഡാണ് പേ ബാക്ക് പീരീഡ്. നമ്മൾ ബിസിനസ്സിലേക്ക് പണം മുടക്കുന്നു, ആ തുക നമുക്ക് എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു കിട്ടുന്നത്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് വാട്ട് ഈസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, എൻ പി വി ഇതും ചോദിച്ചിട്ടുണ്ട് ഒരു മാർക്കിന്. വാട്ട് ഈസ് എൻ പി വി എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോയും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് ഈ പ്രോബ്ലമൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോയുടെ ടോട്ടലും ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം ഇതെങ്കിലും ഓർത്ത് വെച്ചുതരാം. എൻ പി വി ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സസ് ഓഫ്, അതായത് ക്യാഷ് ഇൻഫ്ലോ കൂടുതലും ക്യാഷ് ഔട്ട്ഫ്ലോ കുറവുമാണെങ്കിൽ പോസിറ്റീവ് എൻ പി വി വരും, നല്ലതാണ്. എനിക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞുതരാൻ പറ്റൂ. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോയും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എൻ പി വി എന്നും. പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന റിക്കവർ ചെയ്യാൻ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സഫീഷ്യൻറ്റ് ടൈമാണ്. അത്ര ഒരു പീരീഡിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് വിളിക്കുന്നത്. തിയററ്റിക്കലി ഇത് രണ്ടും നോക്കുക. ദെൻ ഇതിനകത്ത് പ്രോബ്ലംസ് ആണ്, ഞാൻ പറഞ്ഞു പ്രോബ്ലംസ് ആണ്, എളുപ്പമാണ്, അതായത് നല്ല എളുപ്പമാണ് പ്രോബ്ലംസ്. കുറേ പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും അതൊന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാര്യം കഴിഞ്ഞ തവണ ഒന്നും ചോദിച്ചില്ല, കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യനിൽ ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഇല്ലായിരുന്നു. പക്ഷേ എളുപ്പമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പഠിക്കുക ഞാൻ പറയില്ല. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കേസ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നത് ടഫ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വലിയ വിഷമമില്ല, അത് പഠിച്ചാലും നടക്കത്തില്ല. പക്ഷെ വളരെ ഈസി ആണെങ്കിൽ ശരിക്കും നിങ്ങൾ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ വിഷമിക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് ഈ IRR അവിടെ നിൽക്കട്ടെ, IRRൻ്റെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, ഞാനായിട്ട് തന്നെ പറയുന്നില്ല ഇനി ഇരുന്ന് നോക്കി മെനക്കെടണമെന്ന്, എങ്കിലും ആ ക്ലാസ് അവിടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള 4 മെത്തേഡ് നോക്കി വെക്കുന്നത് നല്ലതായി, അത്രയ്ക്ക് ഈസിയാണ്. IRRൻ്റെ ക്ലാസ്സുകൾ ഞാനതിനകത്ത് പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാം. IRR മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് വെച്ച് നോക്കാവുന്നേ ഉള്ളൂ, വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവും, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലംസ് ഒന്ന് ഓടിച്ച് നോക്കി വെക്കുന്നത് നല്ലതാണ്. മറ്റൊരു മാർക്കിൻ്റെ ചോദ്യമാണ് ക്യാപിറ്റൽ റേഷനിങ്. ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്തോ, ക്യാപിറ്റൽ റേഷനിങ്. എന്തായാലും ഒരു മാർക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ കത്തി എഴുതി വെച്ചിട്ട് കാര്യമില്ല. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കറക്റ്റായിട്ടുള്ള ബിസിനസ്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് റേഷനിങ്. റേഷൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ, റേഷൻ എന്ന് പറയുന്നത് എന്താ, അളന്ന് മുറിച്ച് ഓരോ റേഷൻ കാർഡിനുള്ളതല്ലേ കൊടുക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് പ്രോഫിറ്റബിൾ പ്രൊപ്പോസൽസ് എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും, ഒരുപാട് ബിസിനസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് കാണും. അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് കണ്ടെത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അതിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ഒരു പേന വാങ്ങുന്നതും കാറ് വാങ്ങുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. ഒരു കാറ് വാങ്ങാൻ എന്തിന് നിങ്ങൾ അത്രയും പ്ലാൻ ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ പ്രാധാന്യം. ഇനി ഒരു ബിസിനസ്സിൽ സാധാരണ എപ്പോഴൊക്കെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്? ബിസിനസ് തുടങ്ങുമ്പോൾ, ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി പൈസ മുടക്കുമ്പോൾ, പിന്നെ സർക്കാർ പറയുന്ന ചില സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് വളരെ അത്യാവശ്യമാകുമ്പോൾ അതിനും നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. ദെൻ എങ്ങനെയാണ് ഒരു ബിസിനസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നല്ലതാണോ ചീത്തയാണോ? അതിന് നമുക്ക് 5 മെത്തേഡുണ്ട്. പേ ബാക്ക് പീരീഡ്, ഇതിൽ തന്നെ ഇംപ്രൂവ്ഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഓക്കെ. ദെൻ ARR, NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, IRR. ഈ IRRൻ്റെ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കാര്യം അത് കഴിഞ്ഞ ചോദിച്ചോണ്ട് ഞാൻ അത് ഇത്തിരി ടഫ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് എല്ലാവരെയും. ബാക്കി എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി പെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തന്നെ അറിയാം ഈ IRR എന്ന് പറയുന്നത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കേട്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. IRR പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരല്പം കമ്പാരിറ്റീവ്ലി ഇത്തിരി ടഫ് എന്ന് പറയുന്നത് IRR ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് എല്ലാവർക്കും വേണ്ടി പബ്ലിക്കലി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒന്ന് വായിച്ച് കേട്ട് നോക്കുന്ന നല്ലതാണ്. ഓക്കെ. ദെൻ ക്യാപിറ്റൽ റേഷനിങ് എന്നൊരു വാക്ക് വരാം, പേ ബാക്ക് പീരീഡ് വരാം, NPV വരാം. ഇത്രയുമാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വലിയൊരു മൊഡ്യൂൾ തന്നെയാണ് ഫിനാൻസിങ് ഡിസിഷൻ. നോക്കൂ, ഞാൻ ഈ ഫിനാൻസിങ് ഡിസിഷൻ എന്ന ഈ ഒരു ചാപ്റ്ററിനെ മെയിനായിട്ട് 3 ടോപ്പിക്കായിട്ട് തിരിച്ച് പറഞ്ഞുതരാം.
ഫിനാൻസിങ് ഡിസിഷൻ എന്ന ഈ ഒരു ടോട്ടൽ മൊഡ്യൂളിനെ 3 സബ് ടോപ്പിക്കാക്കി തരാം. ഒന്ന്, സോഴ്സ് ഓഫ് ഫിനാൻസ്, ഇവിടെയാണ് പഠിക്കുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ്. 2, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കതൊരു മൊഡ്യൂളായിട്ടാണ് കിടക്കുന്നത്, പക്ഷെ അതങ്ങനെ ഒരു മൊഡ്യൂൾ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. സത്യത്തിൽ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ്റെ ഭാഗമാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ അകത്ത് വരേണ്ട കാര്യമാണ്. 3, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും പഠിക്കാനുള്ളത്. സോഴ്സ് ഓഫ് ഫിനാൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മൾ പല സബ്ജക്റ്റുകളിലും കണ്ടതാണ്. സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 സ്ഥലത്ത് ഉപയോഗിക്കാം. ലോങ് ടേം സോഴ്സിലും ഷോർട്ട് ടേം സോഴ്സ്, അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള സോഴ്സും ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയുള്ള സോഴ്സും നമുക്ക് സെയിം ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഇത് രണ്ടും ഒരു ചോദ്യം തന്നെ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അതായത് ബിസിനസ്സിലേക്ക് ഫിനാൻസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് എന്തൊക്കെയാണ്. അത് നിങ്ങൾ പലതിലും പഠിച്ചതാണ്. പക്ഷേ സാധാരണഗതിയിൽ എപ്പോഴും അത് എസ് എ ആയിട്ട് ഇങ്ങനെ കണ്ടു വെക്കുമെങ്കിലും അത് ഒരുപാട് അങ്ങനെ എസ് എയിൽ വരുന്നില്ല. ഓക്കെ, അപ്പം സോഴ്സസ് ഓഫ് ഫിനാൻസിൽ നിങ്ങൾ ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത്തരം ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെങ്കിലും ഇതുവരെ ആ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ ഇതിനകത്ത് വന്നിട്ടില്ല. അതിന് കാരണവുമുണ്ട്. ഈ ഓൺട്രപ്രണർഷിപ്പ്, പ്രോജക്റ്റ് ഫിനാൻസ് പോലെയുള്ള വേറെ സബ്ജക്റ്റുകളുണ്ട്. അതിലെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു എസ് ആണ്. അതുകൊണ്ടായിരിക്കാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഈ സോഴ്സസ് ഓഫ് ഫിനാൻസ് അങ്ങനെ വലിയ എസ് ആയിട്ട് വരുന്നില്ല. പക്ഷേ ഞാൻ അകത്തു നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഓൺട്രപ്രണർഷിപ്പ് എന്ന മൊഡ്യൂളിലൊക്കെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്, ഐ മീൻ സബ്ജക്റ്റിലൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, അത്തരം കാര്യങ്ങളാണ് നോക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അടുത്തൊരു ടോപ്പിക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കുക, സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. സോഴ്സ് ഓഫ് ഫിനാൻസ്, സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാം ഒന്ന് തന്നെ. അവിടെ നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ബോണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്, ഓൺട്രപ്രണർഷിപ്പ് പഠിച്ചാടോ. ഓൺട്രപ്രണർഷിപ്പ് എന്ന സബ്ജക്റ്റ് കഴിഞ്ഞില്ല, അതിനകത്ത് പഠിച്ച അതേ കാര്യം തന്നെ, സെയിം കാര്യം തന്നെ പറയുന്നത്. ഓക്കെ, പിന്നെ ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പല സബ്ജക്റ്റിലും കണ്ടതാണ്. ആ സെയിം കാര്യം തന്നെ. അതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പ്രോബ്ലം ഉള്ളൊരു ഏരിയയാണ്, കണക്കുകളുള്ളതാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി അതിങ്ങനെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള പ്രോബ്ലം ഒരുപാട് വന്നിട്ടില്ല. പക്ഷേ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തെങ്കിലും ഓർത്ത് വെച്ചേക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ലോൺ എടുക്കുമ്പോൾ നമ്മൾ മുതൽ മാത്രം തിരിച്ചടച്ചാൽ മതിയോ? പോരാ, പലിശ അടയ്ക്കണം. അപ്പോൾ ഒരു ബാങ്കിൽ നിന്നും 10% ലോൺ എടുക്കുന്നതെങ്കിൽ ഈ 10% നമ്മുടെ ചിലവ്. അതായത് ആ ലോൺ എടുത്തതിന് നമ്മൾ കൊടുത്ത വിലയല്ലേ ഈ 10%. ഓക്കെ, ഇനി നിങ്ങളിത് ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ലോൺ തരുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10% അപ്പോൾ നമുക്ക് പണം തരുന്ന ആൾക്കാർ, കേട്ടോണേ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിമ്പിളാണ്. നമുക്ക് പൈസ തരുന്ന ആൾക്കാർ നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ട്. മുതലല്ല, മുതൽ തിരിച്ചു കൊടുത്തേ പറ്റൂ. ആ പലിശ ഇല്ലേടോ. ബാങ്ക് നമുക്ക് 1 ലക്ഷം രൂപ ലോൺ തരുന്നു, 10% പലിശയല്ലേ അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത്. ആ റിട്ടേണിനെയാണ് സത്യത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ ക്യാപിറ്റലായിട്ട് സ്വീകരിക്കുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു റിട്ടേൺ ഉണ്ട്. ആ മുതലല്ല, ആ പലിശ. അതിനെയാണ് സത്യത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. refers to the rate of return which a firm must pay to the lenders for the use of their funds. നമുക്ക് ആരാണോ പൈസ തരുന്നത് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു റിട്ടേൺ ഉണ്ട്. ആ റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഈ ലോജിക്കിലാണ് ഈ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ലാസ്റ്റ് മിനിറ്റിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം തീർച്ചയായിട്ടും പരീക്ഷയുടെ തലേന്ന് നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ വളരെ ഡെപ്തിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലംസിന് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. കാര്യം അതങ്ങനെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടുന്ന് ആ സോഴ്സ് ഓഫ് ഫിനാൻസ് പറ്റുമെങ്കിൽ ഒന്ന് ഓടിച്ച് വെച്ചേക്കാം. കാര്യം അത് +2 തൊട്ടേ പഠിക്കുന്നതാണ്. നിങ്ങൾ ഇക്വിറ്റി ഷെയർ എന്ന് ഇപ്പോഴല്ലല്ലോ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ഒക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. ബാങ്ക് ക്രെഡിറ്റ്, ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്.
ഓക്കെ, അത് EDP പഠിച്ചു, എവിടെ ചിലരെ സംബന്ധിച്ച് പ്രോജക്റ്റ് ഫിനാൻസ് പഠിക്കാനുള്ളതാണ്, ചിലർക്ക് അത് +2 നമ്മൾ പഠിച്ചാണ്, അങ്ങനെ നമ്മൾ ഡീൽ ചെയ്താണ് കുറേ സ്ഥലത്തായിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓടിച്ചൊന്ന് വെച്ചേക്കുക. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 1 മാർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീൻസ് ദ കോസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ എന്നൊന്നും എഴുതി വെച്ചുകളയല്ലേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് പൈസ തരുന്ന ആൾക്കാർ ഒരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. ആ റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഇവർ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമുക്കൊരു ബിസിനസ് ചെയ്യാൻ സ്വന്തം പൈസ മാത്രമേ ഉപയോഗിക്കാവൂ നിർബന്ധമല്ല ഉണ്ടോ? കടമെടുത്തൂടെ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ളൊരു മിക്സാണ്. ഒരു 5 ലക്ഷം രൂപ വേണമെങ്കിൽ, 5 കോടി വേണമെങ്കിൽ, 10 കോടി വേണമെങ്കിൽ എത്ര രൂപയാണ് ഓണറുടെ സ്വന്തം പൈസ? അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. കേട്ടോ, ഓണേഴ്സിൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എത്രയാണ് കടം മേടിച്ചത്? അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൽ അല്ലേ, നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൽ എത്ര രൂപയാണ് നമ്മുടെ സ്വന്തം പൈസ, എത്ര രൂപയാണ് കടം വാങ്ങിയത്? ആ ഒരു മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ആ ഒരു മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇതിൽ ചോദിക്കാൻ കൊള്ളാവുന്നൊരു എസ്സേയാണ്, ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ടെൻഷൻ അടിക്കേണ്ട, വലിയൊരു ടോപ്പിക്കായിട്ട് തലയിൽ എടുക്കേണ്ട. ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുവാണ്, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ 5 കോടിയിൽ എത്ര രൂപ ഞാൻ എൻ്റെ പൈസ ഇറക്കണം, എത്ര രൂപ കടം വാങ്ങണം, അത് ഏതൊക്കെ ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ടാണ് ഞാനത് തീരുമാനിക്കുന്നതെന്ന്. ഇവിടെ മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു ബിസിനസ് ചെയ്യണം, എനിക്കതിന് 5 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 5 കോടിയിൽ എത്ര രൂപയാണ് ഞാൻ എൻ്റെ സ്വന്തം പൈസ ഇടേണ്ടത്, എത്ര രൂപയാണ് ഞാൻ കടമെടുക്കേണ്ടത്? അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടത്? ഇതൊരു എസ്സേ വന്നതാണ്. എന്തൊക്കെ പരിഗണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം സൈസ് ഓഫ് ദ ബിസിനസ്. ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ എഴുതി വെക്കുക. ഒരു കാര്യം ബുക്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഹെഡിങ് കൊടുത്തേ, ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം ഇത് പഠിച്ചു വെക്കാൻ. എഴുതുന്നത് ചെറുതായിട്ടാണെങ്കിലും പരീക്ഷയ്ക്ക് കൊണ്ടുപോയി അങ്ങ് പൊലിപ്പിച്ചേക്കണേ. ഇപ്പോൾ കുറിച്ച് വെക്കാൻ പറയുന്നത് കുറച്ച് നോട്ടായിരിക്കും, പരീക്ഷയ്ക്ക് നല്ല ഗ്രാൻഡായിട്ട് എഴുതിക്കോണം. ഹെഡിങ് കൊടുത്തു, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, 1 സൈസ് ഓഫ് ദ ബിസിനസ്. സൈസ് ഓഫ് ദ ബിസിനസ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, സ്മോൾ സൈസ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് കടമെടുക്കാൻ ഇത്തിരി ധൈര്യം കുറയും. അപ്പോൾ സ്മോൾ സ്കെയിൽ ബിസിനസ് കൂടുതലും ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി യൂസ് ചെയ്ത് നടത്തുന്നതാണ് നല്ലത്. കാര്യം അവർക്ക് കടം കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ലാർജ് സ്കെയിൽ ബിസിനസ്സിന് പെട്ടെന്ന് കടം കിട്ടും, അവർക്ക് പൈസ കടമെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതിയാൽ മതി, സ്മോൾ സ്കെയിൽ ബിസിനസ് കൂടുതലായിട്ടും ഇക്വിറ്റി, ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ അവർക്ക് കടമെടുത്ത് ചെയ്താലും കുഴപ്പമൊന്നും വരത്തില്ല. സ്റ്റേജ് ഓഫ് ദ ഫേം, അതായത് ഈ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ബിസിനസ് നല്ല രീതിയിൽ ഡൈനാമിക് ആയിട്ട് നല്ല ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കടമെടുക്കാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. പക്ഷേ ബിസിനസ് ഡിക്ലൈനിങ് ആണ്, പൊട്ടിപ്പൊളിഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെങ്കിൽ ദയവീതി ഇനി കടമെടുക്കരുത്. അപ്പോൾ ഫ്ലറിഷിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ബൂം സ്റ്റേജിലാണെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഡിക്ലൈനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ കഴിവതും സ്വന്തം പൈസയിട്ട് കളിക്കാൻ നോക്കുക. നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ കൂടുതലും ഇക്വിറ്റി അഥവാ സ്വന്തം പൈസയാണ് നല്ലത്. അതല്ല പബ്ലിക് യൂട്ടിലിറ്റി ഫേംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യാം, അതായത് കടമൊക്കെ വാങ്ങാം. നെക്സ്റ്റ്, സ്റ്റേബിൾ ഏണിംഗ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റേബിൾ ഏണിംഗ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ കടമെടുക്കാം. അതല്ല വരുമാനത്തിനകത്ത് മുട്ട് വരുവാണെങ്കിൽ, സ്റ്റേബിൾ ഏണിംഗ് ഇല്ലെങ്കിൽ വലിയ രീതിയിൽ കടമെടുക്കുന്നത് പണി കിട്ടും. അപ്പോൾ സ്റ്റേബിൾ ഏണിംഗ് ഉണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. സ്റ്റേബിൾ ഏണിംഗ് അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയാണ് നല്ലത്. ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതിയോ. കണ്ടിന്യൂസ് ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇക്വിറ്റിയാണ് നല്ലത്. ദെൻ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നോക്കൂ, കമ്പനീസിനെ സംബന്ധിച്ച് ഷെയർ ഹോൾഡേഴ്സാണ് ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിനെ കൂട്ടിയാൽ ഉടമസ്ഥന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള ഉടമസ്ഥന്മാർക്ക് കൺട്രോൾ കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കമ്പനിയിൽ 100 പേരുണ്ട്, ആ 100 പേരുടെ കൂടെ ഇനി ഒരു 100 പേരും കൂടെ വരുമ്പോൾ ആ ഓൾറെഡി ഉള്ള 100 പേർക്ക് കമ്പനിയിലെ കൺട്രോൾ ഇത്തിരി കുറയുവാണ്.
അപ്പോൾ അവർക്ക് കൺട്രോൾ പിടിച്ചു നിർത്തണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കൺട്രോൾ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫർദർ ക്യാപിറ്റൽ കടം വാങ്ങുക. കടം തരുന്ന ആൾ കമ്പനി കയറി ഭരിക്കത്തില്ലല്ലോ. കടം കിട്ടുന്നയാൾക്ക് കൃത്യമായിട്ട് പലിശ കൊടുത്താൽ പോരെ, അവയിനകത്തോട്ട് കയറാൻ പോകുന്നില്ലല്ലോ. അപ്പം അതാണ് ഈ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. കമ്പനിയിൽ കംപ്ലീറ്റ് കൺട്രോൾ വേണമെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. അതല്ല വീണ്ടും 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 ഷെയർ ഇഷ്യൂ ചെയ്ത്, അതായത് വീണ്ടും വീണ്ടും മുതലാളിമാരാക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരോടെ കയറി അവരുടെ കൺട്രോൾ നഷ്ടപ്പെടും. ഓക്കെ, അതാണ് ഈ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തുമാത്രം റിട്ടേൺ ആണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ബാങ്ക് ലോണും ഡിബഞ്ചറും ഒക്കെ ഭയങ്കര പലിശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ എടുക്കണ്ട. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുക, ഏത് സോഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറവെന്ന് നോക്കുക, എന്നിട്ട് അത് സജസ്റ്റ് ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നോക്കൂ, ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനികളെ സംബന്ധിച്ച് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെഡീം ചെയ്യുക അഥവാ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് നേച്ചറാണ്. എന്നാൽ കടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കടം വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, കടം തിരിച്ചു കൊടുത്താൽ പോരെ. നമ്മളിപ്പോൾ ഒരാളെ മുതലാളിയാക്കുന്നതും ഒരാളുടെ നിന്ന് കടം വാങ്ങുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പൈസയ്ക്ക് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് എന്താണെന്നറിയാമോ, വേറൊരാളെ പിടിച്ച് പാർട്ട്ണറാക്കി, മുതലാളിയാക്കി. അപ്പോൾ അയാൾ കൊണ്ടുവന്ന് ബിസിനസ്സിലേക്ക് പൈസ ഇട്ടു, നിങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അയാളെ ഒഴിവാക്കാൻ വലിയ പാടാണ്. നല്ല മെനക്കെടാ, പ്രോഫിറ്റ് ഷെയർ കൊടുക്കണം, പിന്നെ അങ്ങനെയൊക്കെയാണ്. മറിച്ച് നിങ്ങൾ അയാളുടെ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സിബിലിറ്റിക്ക് നല്ലത്. എപ്പോൾ വേണമെങ്കിലും നമുക്കതങ്ങ് തിരിച്ചു കൊടുത്തങ്ങ് ഒഴിവാക്കാം. ഓക്കെ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പൈസ റേസ് ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണലി കുറേ ചിലവ് വരും. ഇപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് കമ്മീഷൻ, ബ്രോക്കറേജ്, അങ്ങനെ കുറച്ച് ചിലവുണ്ട്. ഫിനാൻസ് റേസ് ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണലി കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസ് ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പെൻസ് ഉള്ളതിനകത്ത് പോയി പിടിക്കാതിരിക്കുക, ചിലവ് കുറഞ്ഞ സോഴ്സ് നോക്കുക. ഫണ്ടിൻ്റെ അവൈലബിലിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ, മാർക്കറ്റിൽ ഏത് ഫണ്ടാണോ അവൈലബിൾ അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്, കമ്പനികളുടെ ടാക്സ് റേറ്റ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ദ ടാക്സ് റേറ്റ് അഫക്ട്സ് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതായത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റേറ്റ് കൂടുതലാണ്, അതായത് ഇഫ് ദ റേറ്റ് ഓഫ് ടാക്സ് ഈസ് ഹൈ ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഡിക്രീസസ്. അതായത് നമ്മൾ കടം വാങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പലിശ തിരിച്ചടയ്ക്കുമല്ലോ. അതെ, ഈ പലിശ എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസാണ്. നമ്മൾ കടം വാങ്ങുന്നു, അവർക്ക് പലിശ കൊടുക്കുന്നു. ഈ പലിശ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെൻസാണ്. ഈ എക്സ്പെൻസ് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ആ കൊടുക്കുന്ന പലിശ ഒരു ചിലവായിട്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കുറയും. ലോൺ എടുക്കുന്നു, പലിശ തിരിച്ചടയ്ക്കുന്നു, ആ പലിശ നമുക്കൊരു ചിലവാണ്. ഈ ചിലവ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലാഭം കുറയും. ഓട്ടോമാറ്റിക്കലി ഡെറ്റ് അഥവാ കടം വാങ്ങിയത് കൊണ്ട് അഥവാ കടത്തിൻ്റെ പലിശ കൊടുത്തത് കൊണ്ട് ലാഭത്തിനകത്ത് ചെറിയൊരു കുറവ് വരും. അതൊരു വലിയ നഷ്ടമായിട്ട് നോക്കേണ്ട കാര്യം, ലാഭം കുറയുമ്പോൾ ടാക്സും കുറച്ചടച്ചാൽ മതി. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. കടമെടുത്താണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ പലിശ അടയ്ക്കുന്നത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ സ്വന്തം പൈസ ആണെങ്കിൽ ഇത് കിട്ടത്തില്ല. നിങ്ങളെല്ലാം നിങ്ങൾക്ക് പലിശ കൊടുത്തു എന്ന് വെറുതെ പറയാം. ഇൻകം ടാക്സ് അതോറിറ്റി പോയി പണി നോക്കാൻ പറയും. സാർ ഞാനെന്ന് പറയുന്നത് ഞാനാണ്, മുതലാളി എന്ന് പറയുന്നത് വേറൊരു മുതലാളിയാണ്. അതായത് നിങ്ങൾ പറയും ബിസിനസ് വേറെ, ഓണർ വേറെ, അതൊന്നും ടാക്സ് അതോറിറ്റി ഏകത്തൊന്നുമില്ല, അവന്മാരും പിടിച്ചോളങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ടാക്സ് റേറ്റിൻ്റെ കേസ്. അപ്പോൾ ഡെറ്റ് എടുക്കുന്നതാണ് ടാക്സിന് നല്ലത്. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല ഏതിനാണ് കുറവാന്ന് നോക്കുക. പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഏത് സോഴ്സ് എടുക്കുമ്പോഴാണോ നമുക്ക് കൂടുതലായിട്ട് ലീഗലി നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ലീഗലായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള സോഴ്സ് ആണെങ്കിൽ വിട്ടേക്കുക, അത് എടുക്കാൻ നിൽക്കേണ്ട. പിന്നെ എല്ലാത്തിനും പുറമെയാണ് മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ്. അവർക്ക് കടമെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ 13 പോയിന്റ് കഴിഞ്ഞിട്ട് അവന്മാർ ഒരു പോയിന്റ് പറയുന്നത് കേട്ടോ. ഈ 13 പോയിന്റ് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചു വെച്ചിട്ട് അവസാനം പറയുവാണ് മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെയൊക്കെ ഇരിക്കും. സത്യമാണ്, മാനേജ്മെൻറ്റിന് കടം എടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് കടം എടുക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ BCom 3rd സെമ്മിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചവരാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്, കമ്പനി ചെന്ന് ഉപദേശിക്കുകയാണ്. അവർ പറയുവാണ് ഇയാൾ ഇറങ്ങിപ്പോടെ, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഡെറ്റ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുവാണ് സാർ അങ്ങനല്ല, ഡെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം. അവർ പറയുവാണ് താൻ ഇറങ്ങിപ്പോയിക്കോ, നിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചാൽ, ഞങ്ങൾ ഡെറ്റ് യൂസ് ചെയ്യുന്നില്ല, നീ ഇനി എന്തൊക്കെ പറയാനും ശരിയാണ്, ഞങ്ങൾ കടം എടുക്കുന്നില്ല. അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങൾ കടം എടുക്കുന്നതിന് നിനക്കെന്തോ വേണം, ഞങ്ങൾ കടം എടുത്തേ ബിസിനസ് ചെയ്യൂ.
ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കടം എടുക്കുമ്പോൾ അത് അവരുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണം എന്നൊരു ഇതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടേ, അപ്പോൾ അതൊരു എസ്സേ ആയിട്ട് വരാൻ സാധ്യത ഉള്ളതാണ്. വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് ചോദിച്ചില്ല, ലിവറേജ്. നല്ലൊരു വാക്കല്ലേ ലിവറേജ് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഫിക്സഡ് കോസ്റ്റുകൾ, അതായത് ബിസിനസ്സിൽ ഫിക്സഡ് കോസ്റ്റുകൾ യൂസ് ചെയ്ത് ഓണേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ടെക്നിക്കാണ് ഈ പറയുന്ന ലിവറേജ്. ഇപ്പം നിങ്ങൾക്ക് ഈ കേൾക്കുന്നതിൽ നിന്ന് വലുതായിട്ടൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ കാരണം ഈ ലിവറേജ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചത്, അതായത് എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, എന്താണ് ഫിനാൻസ് ലിവറേജ്, ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് പഠിപ്പിക്കാൻ ഇപ്പോൾ എന്തായാലും സമയമില്ല. തൽക്കാലം ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേമിന് ഫിക്സഡ് കോസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് അത് ഉദ്ദേശിക്കുന്നത് കടമാണോ, ഫിക്സഡ് റേറ്റ് കൊടുക്കുന്ന കടത്തിനല്ലേ. അപ്പം നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൽ ശ്രദ്ധിച്ചോണേ, ടോട്ടൽ ക്യാപിറ്റലിൽ കടം, ഡെറ്റ് ക്യാപിറ്റലും കൂടെ യൂസ് ചെയ്ത് അത് ബെനിഫിറ്റ് ആക്കി എടുക്കാനുള്ളൊരു കഴിവാണ് ഈ ലിവറേജ്. സ്വന്തം പൈസയോടൊപ്പം കടം കൂടെ വാങ്ങിക്കൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിക്കാണ് ലിവറേജ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ലിവറേജ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് മിക്സ് ചെയ്യാനുള്ളൊരു കഴിവാണ്. ബിസിനസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിനകത്ത് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പ്രസൻസിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അടിവരയിട്ട് പഠിച്ചോണം, ചോദിക്കാറുണ്ട്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മറ്റൊരു പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൽ ദ യൂസ് ഓഫ് ഫിക്സഡ് ചാർജ് സോഴ്സസ്, അതായത് ബിസിനസ്സിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനകത്ത് കടം വാങ്ങിയും കൂടെ ബിസിനസ് ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പോൾ 2 ടൈപ്പ് ലിവറേജ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോസ്റ്റിനകത്ത് ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രസൻസ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റലിനകത്ത് കടത്തിൻ്റെ ഒരു പ്രസൻസ് ആണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഫിനാൻസിങ് ഡിസിഷനകത്ത് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അതൊക്കെ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. സോഴ്സ് ഓഫ് ഫിനാൻസ് ഒന്ന് ഓടിച്ച് വായിച്ച് വെച്ചേക്കുക. പ്രത്യേകിച്ച് വരുന്നെങ്കിൽ വരട്ടെ, ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞിടുവാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വെച്ചു. ഇക്വിറ്റി ഷെയറിൻ്റെ ഫീച്ചേഴ്സ് വെറുതെ ചോദിച്ചില്ലെങ്കിലും എന്നെ ഒന്നും പറയരുത്, ഇപ്പോൾ പെട്ടെന്ന് തോന്നിയതാ, ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. മെച്യൂരിറ്റി, ക്ലെയിം ഓൺ അസെറ്റ്, ക്ലെയിം ഓൺ ഇൻകം എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ്, ഡിബഞ്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കൂടെ എടുത്തിട്ട്. ഡിബഞ്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എളുപ്പമാണോ? ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ, ഓൺ ദ ബേസിസ് ഓഫ് കൺവേർഷൻ, ഓൺ ദ ബേസിസ് ഓഫ് അങ്ങനെയുള്ളൂ. അപ്പം ഞാനൊന്ന് റെഫർ ചെയ്യുവാണ്, ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു ക്ലൂ തരുവാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചറും നോക്കി വെച്ചുതരാം. എന്തായാലും അതിരിക്കട്ടെ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 1 മണിക്കൂറിൽ കൂടുതലുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കണം, നിർബന്ധമായിട്ടും അത് കേൾക്കണം. അതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ വന്ന എസ്സേ. കണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഏരിയാസാണ് കഴിഞ്ഞ തവണ എസ്സേ ചോദിച്ചത്. ഇത് ഒരുപാടുണ്ട്, പക്ഷേ ഇത് പഠിക്കാൻ എളുപ്പമൊഴി ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ 3 ടൈപ്പ് ഏരിയ ഉണ്ട്. ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടുന്നത്. ഇതിനകത്ത് ഈ ക്യാഷ് മാനേജ്മെൻറ്റിൽ വരാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യം, എന്തിനാണോ ക്യാഷ്? അതൊരു ചോദ്യമാണ്. അതാണ് ചോദ്യം, എന്തിനാണ് ബിസിനസ്സിന് ക്യാഷ്? ക്യാഷ് മാനേജ്മെൻറ്റിൽ ചോദിക്കാവുന്ന നല്ലൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്, എന്തിനാണ് ക്യാഷ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങളെല്ലാവരും എഴുതി വെക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് സാലറിക്ക്, പേയ്മെൻറ്റ് ഓഫ് വേജസിന്, പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനല്ല. നമ്മൾ കൊമേഴ്സുകാർ അറിയണം ബിസിനസ്സിന് എന്തിനാണ് ക്യാഷ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 4 മോട്ടീവാണ്. ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നതാണ് ബിസിനസ്സിൻ്റെ റെഗുലർ ട്രാൻസാക്ഷൻ. പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കൊടുക്കാനായിട്ട്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ മുൻകൂട്ടി കണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്പെക്കുലേഷൻ നടത്തുള്ളൂ. അത് ഊഹക്കച്ചവടം പോലെ. അഥവാ ഇനി ഫ്യൂച്ചറിൽ വല്ല പ്രോഡക്റ്റിനും വില കൂടിയാലോ എന്ന് വിചാരിച്ച് ഇപ്പോഴേ വാങ്ങി വെക്കുന്നു, അങ്ങനത്തുള്ള ഒരു ഊഹക്കച്ചവടങ്ങളാണ്. കോമ്പൻസേഷൻ മോട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത്
നമുക്ക് ഈ ബാങ്കുകൾ ഒരുപാട് സർവീസുകൾ ചെയ്തു തരും ബിസിനസ്സുകാർക്ക്. അപ്പോൾ ഈ സർവീസുകളൊന്നും അവർ ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത്, നമ്മളൊരു മിനിമം ബാലൻസ് ആ ബാങ്കിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മോട്ടീവ്. അവർ നമുക്ക് ചെയ്തു തരുന്ന സഹായത്തിന് നമ്മൾ പകരമായിട്ട് ഒരു എമൗണ്ട് ബാങ്കിൽ വെക്കും. അപ്പോൾ ഇതൊന്ന് നോക്കിയേക്കണേ, മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. പ്രധാനമായിട്ടും ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? അപ്പോൾ നാല് പോയിന്റ് ഉണ്ട്. ട്രാൻസാക്ഷൻ നടത്താൻ, ഒരു പ്രിക്വേഷനായിട്ട്, സ്പെക്കുലേഷൻ നടത്താൻ, ദെൻ ബാങ്കിനൊരു കോമ്പൻസേഷനായിട്ട്. കോമ്പൻസേഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആർക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നതെന്നല്ല, ബാങ്കുകൾ നമുക്ക് ചെയ്തു തരുന്ന സഹായത്തിന് ബാങ്കിൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് വെച്ചിരിക്കും, അത് വിഡ്രോ ചെയ്യത്തില്ല. അതാണ് കോമ്പൻസേഷൻ മോട്ടീവ്. പിന്നീട് എന്താണ് ഈ ക്യാഷ് മാനേജ്മെൻറ്റ്? ഞാൻ ഈ പോയിന്റ് ബേസ്ഡ് എന്ന് പറഞ്ഞുതരാം. ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജോലി നമുക്ക് എത്ര രൂപ ആവശ്യമുണ്ടെന്ന് പ്ലാൻ ചെയ്യുക, ക്യാഷ് പ്ലാനിങ് ആണ്. ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ക്യാഷ് പ്ലാനിങ് ആണ്. ഓക്കെ. രണ്ടാമത്തെ ജോലി നമുക്ക് കിട്ടാനുള്ള ക്യാഷ് മാക്സിമം സ്പീഡിൽ കളക്ട് ചെയ്യുക. കൊടുക്കാനുള്ള ക്യാഷ് കഴിവതും ഡിലേ വരുത്തുക, പക്ഷേ നമ്മുടെ റെപ്യൂട്ടേഷൻ കളയരുത്. കിട്ടാനുള്ള ക്യാഷ് മാക്സിമം സ്പീഡിൽ കളക്ട് ചെയ്യുക, കൊടുക്കാനുള്ള ക്യാഷ് നമ്മുടെ റെപ്യൂട്ടേഷൻ പോകാതെ തന്നെ മാക്സിമം ഡിലേ വരുത്തുക. അതാണ് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട് അപ്രോപ്രിയേറ്റ് ക്യാഷ് ബാലൻസ്. നമ്മുടെ ബിസിനസ്സിൽ ഓരോ സമയത്തും എത്ര രൂപ ക്യാഷ് ബാലൻസ് വെച്ചിരിക്കണമെന്ന് കണ്ടെത്തുക. എക്സസ് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഈ രീതിയിലാണ് നിങ്ങൾ ക്യാഷ് മാനേജ്മെൻറ്റിനെ കാണേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ വേണമെന്ന് പ്ലാൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള പൈസ മാക്സിമം സ്പീഡിൽ കളക്ട് ചെയ്യുക, കൊടുക്കാനുള്ളത് മാക്സിമം പതുക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടേഷന് പോവാത്ത രീതി വേണം അത് കളിക്കാൻ. ദെൻ ഓരോ സമയത്തും ബിസിനസ്സിൽ ഉണ്ടാവേണ്ട ക്യാഷ് ബാലൻസ് എത്ര ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സസ് ആണ് നിൽക്കുന്നതെങ്കിൽ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു വലിയ ഏരിയ ആണ്, ഇതിനകത്ത് ഇങ്ങനെ പഠിച്ചു വരണം. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞോണത്തെ എസ് ആയിരുന്നു, പക്ഷേ അതൊട്ടും ഒരു പ്രിഫറബിൾ ആയിട്ടുള്ളൊരു എസ് ആയിരുന്നില്ല. ക്യാഷ് മാനേജ്മെൻറ്റും റിസീവബിൾസ് മാനേജ്മെൻറ്റും ഇൻവെൻട്രിയും കൂടെയൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഴുതാനുണ്ട്. ജസ്റ്റ് ചുരുക്കി എഴുതാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതൊരു നല്ലൊരു എസ് അല്ലായിരുന്നു. ആ ടേം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നേ ഉദ്ദേശിച്ചോളൂ. ഇപ്പം കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം എഴുതണമെന്ന്. കാര്യം അത് ക്യാഷ് മാനേജ്മെൻറ്റ് മാത്രം എഴുതാൻ നിന്നാൽ തന്നെ ഒരു എസ്സേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇതൊരു നല്ലൊരു ഏരിയ ആണ്, അതായത് നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു ഏരിയ ആണ് ഈ ഏരിയാസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്, അതായത് ഡെറ്റേഴ്സ് മാനേജ്മെൻ്റ് ആണ്. അവിടെയും പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കുണ്ട്. നമുക്ക് ക്രെഡിറ്റ് സെയിൽ ഉണ്ടാകുമ്പോഴാണല്ലോ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. ക്രെഡിറ്റ് സെയിൽ അടക്കുമ്പോഴല്ലേ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കടത്തിന് വിറ്റാൽ നമുക്ക് എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ പ്രധാനപ്പെട്ട ചിലവുണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കടത്തിന് സാധനം വിൽക്കുമ്പോൾ അവർ ഉടനെ പൈസ തരത്തില്ല. സോ അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും പൈസ ഒപ്പിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ചിലവാണ് ഈ ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ ഈ ഹെഡിങ് നോക്കിക്കോണേ, കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് റിസീവബിൾ എന്നാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അതായത് ഈ ഡെറ്റേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഒരുപാട് പേപ്പർ വർക്കുകളുണ്ടല്ലോ. ഈ ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേപ്പർ വർക്കുകളൊക്കെ ഇല്ലേ. അപ്പോൾ അത്തരം പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നതിൻ്റെ കോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. പിന്നെ കളക്ഷൻ കോസ്റ്റ്, ഇവരുടെ നിന്ന് പൈസ പിരിക്കാൻ എടുക്കുന്ന ചെറിയൊരു ചിലവുണ്ട്. ദെൻ ഇത് കേട്ടോണേ, ഇത് ചോദിക്കും. ഈ ഡെലിൻക്വൻസി കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡെറ്റേഴ്സ് പൈസ തരത്തില്ല എന്നല്ല, അവർ തരാൻ താമസിക്കും, അവർ പറയുന്ന സമയത്ത് തരാതിരിക്കും. അപ്പം നമുക്ക് വീണ്ടും പൈസ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഡെലിൻക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് മലയാളം കുരുത്തക്കേടെന്നാണ്. അങ്ങ് നോക്കിയാൽ മതി. കുരുത്തക്കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റൊന്നുമല്ല, പക്ഷേ അവർ സമയത്ത് പൈസ തിരിച്ചു തന്നില്ല. ആ സമയത്ത് നമുക്കുണ്ടാകുന്നൊരു നഷ്ടമാണ് ഈ ഡെലിൻക്വൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പൈസ തരുന്നതേയില്ല. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ പണി കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ റിസീവബിൾസ് മാനേജ്മെൻറ്റിനകത്ത് കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ്, അതായത് നമുക്ക് കടത്തിന് വിറ്റ് കഴിഞ്ഞാലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ദെൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് വലിയൊരു ഏരിയ ആണ്, വളരെ വലിയൊരു ഏരിയ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എന്താണ് ഇൻവെൻറ്ററി എന്നൊരു ചോദ്യം വരാം. പലരുടെ ഇപ്പോഴത്തെയുള്ള വിചാരം എന്ന് പറയുന്നത് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് എഴുതി വയ്ക്കും. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കല്ല. ഇൻവെൻറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമബിൾസ് ആൻഡ് സ്പെയർ പാർട്സ്. അപ്പോൾ ഒരിക്കലും ഒരു 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിച്ചതാണ് എന്താണ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സും. അപ്പോൾ നമ്മൾ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമാണ് എപ്പോഴും ഇൻവെൻറ്ററി എന്ന് വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ ബിസിനസ്സിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇൻവെൻറ്ററി എന്ന ഹെഡിൽ തന്നെയാണ് വരുന്നത്.
ഈ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിനകത്ത് അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത് ഞാൻ ഈ കുറച്ച് ടേമുകൾ പറയാം. ഓക്കെ, കുറച്ച് ടേമുകൾ ശ്രദ്ധിച്ചോണം. ABC അനാലിസിസ്, ഇതൊക്കെ 1 മാർക്ക് 2 മാർക്കിന് വരാം. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ്. ഈ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ഇൻവെൻ്ററിയും എന്തുമാത്രം കെയർ കൊടുക്കണമെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് A കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആയിരിക്കും, ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പോൾ ഡയമണ്ടിൻ്റെ കെയറിങ് അറിയാമല്ലോ, നല്ല രീതിയിൽ കെയർ കൊടുക്കണം. സി എന്ന് പറയുന്നത് ലെസ് വാല്യൂ ആയിരിക്കും, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരിക്കും. ഉപ്പ്, സോൾട്ടൊന്നും ആരും അങ്ങനെ ലോക്കറിൽ വെച്ച് കൂട്ടാറൊന്നുമില്ലല്ലോ. ബി കാറ്റഗറി എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തന്നെ ആയിരിക്കും വാല്യൂ, കാഷ്യൂ നട്ട് എന്നൊക്കെ പറയുന്ന കണക്ക്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ എങ്ങനെ കെയർ ചെയ്യണമെന്നാണ്, അതാണ് ഈ ഓൾവേസ് ബെറ്റർ കൺട്രോൾ. അപ്പോൾ ABC, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക, വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ VED, വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ എന്ന് പറയുന്നത് ഈ സ്പെയർ പാർട്സുകളില്ലേ, മെഷീനറിക്ക് ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സ്, ഈ സ്പെയർ പാർട്സിൻ്റെ കേസിലാണ് ഇങ്ങനെ തിരിക്കുന്നത്. വൈറ്റൽ സ്പെയർ പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്പെയർ പാർട്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അപ്പോൾ അവിടെ നിർത്തേണ്ടി വരും. അപ്പോൾ അത് എപ്പോഴും റെഡിലി അവൈലബിൾ ആക്കണം. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് വേണം, പക്ഷേ കുറച്ച് മണിക്കൂറുകളേക്ക് അല്ലെങ്കിൽ ഒരു 1-2 ദിവസത്തേക്കും കൂടെ വേണമെങ്കിൽ നമുക്ക് മെഷീനറി പ്രവർത്തിപ്പിക്കാം. ഡിസൈറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആഴ്ചകളിലേക്കൊക്കെ നമുക്ക് മെഷീനറി അതില്ലാതെയും പോകും. നമുക്ക് വേണ്ടുന്ന സ്പെയർ പാർട്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് VED, വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ. പിന്നെ FSN ഉണ്ട്, ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ്, സ്ലോ മൂവിങ് ഗുഡ്സ്, നോൺ മൂവിങ് ഗുഡ്സ് എന്ന് പറയും. അതിനകത്ത് ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സ്ലോ മൂവിങ് ആണെങ്കിൽ പതുക്കെ മതി. നോൺ മൂവിങ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ സ്റ്റോർ ചെയ്താൽ മതി. എത്ര പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യണമെന്നാണ്. ഓക്കെ, പിന്നെ JIT ഉണ്ട്, ജസ്റ്റ് ഇൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും ജസ്റ്റ് ഇൻ ടൈം എന്നാണ് ഈ JIT. എപ്പോഴാണോ നമുക്ക് പ്രോഡക്റ്റ് വേണ്ടത് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വേണ്ടത് ആ സമയത്ത് മാത്രം വാങ്ങുക, സ്റ്റോർ ചെയ്യുന്നില്ല. JITയിൽ അങ്ങനെ വാങ്ങി വെക്കുന്നില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം വാങ്ങുന്നു. പിന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് EOQ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു സമയം ഒരു ഓർഡറിനകത്ത് ഒരേ സമയത്ത് ഒരു ഓർഡറിനകത്ത് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്തെടുക്കേണ്ടുന്നത്, ഒരു ഓർഡറിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം, അതാണ് EOQ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വലിയൊരു ഏരിയയാണ്. അവിടെയാണ് ഈ പറയുന്ന മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, ഡേഞ്ചർ ലെവൽ, ആവറേജ് ലെവൽ, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കുറേ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടാണ് ഞാൻ ഈ പെയ്ഡ് സ്റ്റുഡൻസിൻ്റെ കേസ് പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നതിനകത്ത് കുറച്ചുകൂടി അഡീഷണലി ആ ഒരു ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന ABC, VED, FSN, JIT, EOQ എല്ലാം. ഈ പറയുന്ന എല്ലാം ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിനകത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് അതിൻ്റേതായൊരു ഓർഡറുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡിസിഷനായിട്ടാണ് ഡിവിഡൻഡ് ഡിസിഷൻ വരുന്നത്. ചെറിയൊരു മൊഡ്യൂളാണ്, പക്ഷേ ഇവൻ ആളാറ്റം ബോംബാണ്. ഇതിനകത്തുള്ള മിക്കവാറും എല്ലാ ചോദ്യവും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവിഡൻഡ് ഡിസിഷൻ ഒരു കാരണവശാലും വിടണ്ട. വർക്കിംഗ് ക്യാപിറ്റലും ഡിവിഡൻഡ് ഡിസിഷനും കൂടെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡിവിഡൻഡ് ഡിസിഷൻ ഒരു ചെറിയ മൊഡ്യൂളല്ലേ, അത് നോക്കണോ? അങ്ങനല്ല, ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണും. പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന രീതികളാണ്. നമുക്ക് ക്യാഷായിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. ഈ സ്ക്രിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഒരു ഫ്യൂച്ചർ റേറ്റിൽ തരാമെന്നൊരു ഉറപ്പാണ്. ചോദ്യം എന്താണെന്ന് മനസ്സിലാവും, ഏതൊക്കെ രീതി ഡിവിഡൻഡ് കൊടുക്കാമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് ക്യാഷായിട്ട് കൊടുക്കാം, ഒരു ഉറപ്പ് കൊടുക്കാം, അതാണ് ഈ സ്ക്രിപ്പ്. ദെൻ പ്രോപ്പർട്ടി, ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി, അതൊന്നും ഇന്ത്യയിൽ അതൊന്നും ഇല്ല. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻറ്റിൻ്റെ സ്ഥാനത്ത് ഷെയർ കൊടുക്കും. എത്ര രൂപയുടെ ഡിവിഡൻഡാണ് കൊടുക്കാനുള്ളത് അത്രയും രൂപയുടെ ഷെയർ കൊടുക്കുക. ഓക്കെ, അതാണ് ഈ പറയുന്ന ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ ബോണസ് ഇഷ്യൂ? ഈ സ്റ്റോക്ക് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂ ഒക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങളിപ്പോൾ? 4th സെം ആണെങ്കിൽ പോലും ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നൊരു സബ്ജക്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നതിനകത്ത് ബോണസ് ഇഷ്യൂവിലാണ് ഇത് വരുന്നത്. ഡിവിഡൻറ്റിന് ഈക്വലൻ്റ് ആയിട്ട് ഷെയർ കൊടുക്കുന്നു. പിന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ഇതാണ്, ഡിവിഡൻഡ് പോളിസി. കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസിയും ഉണ്ട്, ലിബറൽ ഡിവിഡൻഡ് പോളിസിയും ഉണ്ട്. ഓക്കെ, കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ മേജർ പോർഷൻ ഓഫ് പ്രോഫിറ്റും ഡിവിഡൻഡായിട്ട് കൊടുക്കത്തില്ല.
കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറവായിരിക്കും, വളരെ കുറച്ച് ഡിവിഡൻഡ് കൊടുക്കും, ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്യും. ലിബറൽ ഡിവിഡൻഡ് പോളിസിയിൽ ഒരുപാട് എമൗണ്ട് ഡിവിഡൻഡ് കൊടുക്കും, കുറച്ച് മാത്രമേ റിട്ടേൺ ചെയ്യൂ. ആ രീതിയിലാണ് ഇത് വായിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സങ്കുചിതം. അതായത് നമ്മൾ ഒരുപാട് വിട്ട് കളിക്കുന്നില്ല, ഡിവിഡൻഡ് വളരെ കുറവായിരിക്കും. ലിബറൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയാറില്ലേ, ലിബറലായിട്ട് വാല്യൂ ചെയ്യുമായിരിക്കും. പേപ്പറിൽ ലിബറൽ എന്ന് പറഞ്ഞാൽ മാർക്ക് വാരിക്കോരി തരുമെന്നാണ്. അപ്പോൾ ലിബറലായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് വാരിക്കോരി കൊടുക്കും. പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരുന്നത്, അല്ലാതെ അത്രയും വലിയൊരു നോളജ് ഒന്നും നമുക്കില്ലായിരുന്നു. ലിബറൽ ഡിവിഡൻഡ് പോളിസിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ലിബറൽ ഡിവിഡൻഡ് വാരിക്കോരി കൊടുക്കുവാണ്. അപ്പോൾ ഇതോ ഡിവിഡൻഡ് അധികം കൊടുക്കത്തില്ല. പിന്നെ ഡിവിഡൻഡിൻ്റെ ഡിസിഷൻ, ഇതെന്താ സംഭവം എന്നറിയോ, ഈ ഡിവിഡൻഡ് ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതായത് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ ഇർറിലവൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ പേരൊന്ന് ഓർത്ത് വെച്ചോ, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെ. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ എന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാരാണ്. ഓക്കെ, അവരുടെ കോൺസെപ്റ്റിൽ ഈ ഡിവിഡൻഡ് ഡിസിഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കമ്പനി ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്. അതാണ് ഇർറിലവൻ്റ് കോൺസെപ്റ്റ്. ചിലപ്പോൾ ചോദിക്കാം, ഇർറിലവൻ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ കോൺസെപ്റ്റിൽ അവർ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു വലിയ ഡിസിഷനായിട്ടൊന്നും വേണ്ട, അതത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുക ചെയ്യുക. അവർ പറയുന്നത് കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഉയർത്തുക, അത് മാത്രം ചെയ്യുക. എന്നാൽ ചില ആളുകൾ പറയുന്നത്, ഇപ്പോൾ വാൾട്ടറോ അല്ലെങ്കിൽ ജോൺ ലിൻഡറോ അവരൊക്കെ റിച്ചാർഡ്സണോ ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗോർഡനോ അവരൊക്കെ പറയുന്നത് അത് റിലവൻ്റ് ആണ്. അതായത് ഡിവിഡൻഡ് കൊടുക്കണം, ഡിവിഡൻഡ് ഡിസിഷൻ വേണം. അപ്പോൾ നമുക്ക് രണ്ട് തിയറി ഉണ്ട്, ഇതുപോലെ ഇർറിലവൻസ് തിയറിയും ഉണ്ട്, റിലവൻസ് തിയറിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് എന്താ പറയുക ഒന്ന് കറങ്ങി വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളും എന്താ പറയുക ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. അതിന് കാര്യം ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. മൊഡ്യൂൾ വൈസ് തന്നെ 15-16 ക്ലാസ് വെച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയും ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ആ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ക്ലാസ്സും കൂടെ കേൾക്കുക. പിന്നെ ഇത്രയും കാര്യം കൂടെ നോക്കിയിട്ട് പ്രധാനമായിട്ടും ഇത്രയൊക്കെ നോക്കി വെക്കുക, ഉറപ്പായിട്ടും കിട്ടും. കാര്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. ഞാൻ പറഞ്ഞു A+ വാങ്ങുന്നവർ സ്വന്തമായിട്ട് അവർ 5 മൊഡ്യൂളും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പെട്ടെന്ന് പറഞ്ഞു തരാവുന്നത്. ഒരു 1.5 മണിക്കൂറിനകത്ത് പെട്ടെന്ന് തീർക്കാവുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരിമിതിയുണ്ട്, ഒരു ചെറിയ ഡ്യൂറേഷനകത്ത് ഒരു വലിയ സബ്ജക്റ്റ് കയറ്റുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഇത്രയും കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക. ഓക്കെ.